ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ മഴ പെയ്താൽ ചെടികൾ ഉന്മാദത്തോടെ വളരുന്നു എന്ന് പറയുന്നത് കാടുകളെ സംബന്ധിച്ച് മാത്രമാണ് കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നന്നായി ഇങ്ങനെ കൊഴിഞ്ഞു പോയി, ഇലകളൊന്നും ഇല്ലാതെ. പയർച്ചെടി കാണാനേ ഇല്ല. അത്ര അതിൻ്റെ ഇത് ഇടയ്ക്ക് ഞാൻ ചര കുത്തി കൊടുത്തത് മാത്രമേ ഇങ്ങനെ നല്ലതായി തളിർത്തിട്ടുണ്ട്. അപ്പോൾ കാടിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഉന്മാദത്തോടെയുള്ള വളർച്ച. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടിയുടെ ഗ്രോ ബാഗിലുള്ള മണ്ണെല്ലാം ഇങ്ങനെ അധികം കുത്തി ഒലിക്കുന്ന മഴ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ണൊക്കെ പോയി ചെടികൾ ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതാണ് ശീമക്കൊന്ന. എല്ലാവരുടെ പറമ്പിലും ഒക്കെ ഈ ഒരു ഇല ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഈ ഒരു ഇല ഇതിൻ്റെ മേറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ കീടശല്യങ്ങൾ ഒഴിവാകും. ചെടി ഇങ്ങനെ കുത്തിയൊലിച്ച് മഴ പെയ്യുമ്പോൾ ചെടികൾ നശിക്കാനും ചീഞ്ഞു പോകാനുമുള്ള എല്ലാ ഒരു സാധ്യതകൾ നമുക്ക് ഇല്ലാതാക്കാം. നമുക്കിത് ഇപ്പോൾ എല്ലാറ്റിൻ്റെ മേറ്റേക്കും ഇങ്ങനെ നമുക്ക് ഈ ഒരു ശീമക്കൊന്ന ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു മഴക്കുള്ള ഒരു പ്രതിരോധവുമായി, മഴ വരുമ്പോൾ ഇങ്ങനെ മണ്ണ് കുത്തി ഒലിച്ച് ചെടികൾ ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനൊരു ഗുണമായി, അതുപോലെ തന്നെ ഇതിൻ്റെ നല്ലൊരു വളവുമാണിത്. ശീമക്കൊന്നയില നല്ലൊരു നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ നല്ലൊരു വളവുമാണ്. ഇപ്പോൾ ഇഞ്ചിക്കെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണിത്. കൊതുക് ശല്യമുള്ളിടത്ത് കൊതുക് വരാതിരിക്കാനും ഒക്കെ ഈ ശീമക്കൊന്നയില നല്ലൊരു ഇതാണ്. കൊതുകിനെ അകറ്റി നിർത്താനും ഈ ഇലക്ക് ഒരു രൂക്ഷഗന്ധമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു കൊതുക് വരാതിരിക്കാനും ഒക്കെ ഈ ഒരു ഇല നമുക്ക് എല്ലാറ്റിൻ്റെയും നമുക്കുള്ള ചെടികളുടെയൊക്കെ മൂട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.